ഹലോ മക്കളെ, നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം എന്ന ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ, അപവർത്തന നിയമങ്ങൾ എന്ന് പറയുന്നത്. അത് നമുക്ക് ചിത്രത്തിലൂടെ തന്നെ പഠിക്കാം. ഇവിടെ ഒരു ടോർച്ച് എന്നുള്ള ലൈറ്റ് ഇങ്ങനെ എയറിലൂടെ വന്ന് ഗ്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ ചെറിയൊരു വ്യതിയാനം സംഭവിക്കുന്നു, ഒരു ഡീവിയേഷൻ സംഭവിക്കും. അതിനെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതാണ് റിഫ്രാക്ഷൻ, അപവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കിടക്കുന്നു. എയർ എന്ന് പറഞ്ഞാൽ സാന്ദ്രത വളരെ കുറവാണ്, റെയർ മീഡിയം എന്ന് പറയും. ഇനി ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സാന്ദ്രത കൂടിയ മീഡിയം, അതിനെ നമ്മൾ ഡെൻസർ മീഡിയം എന്ന് പറയും. അപ്പൊ റെയർ മീഡിയത്തിൽ ഡെൻസർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളിവിടെ ഒരു ലംബം നോർമൽ വരച്ചാൽ ടുവേർഡ്സ് ദ നോർമൽ, ലംബത്തിനോട് ചേർന്ന് പോകുന്നു. ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞാൽ ഈ ചിത്രത്തിലേക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, ഗ്ലാസ്സിലൂടെ ലൈറ്റ് വന്ന് എയറിലേക്ക് കടക്കുന്നു. അതായത് ഗ്ലാസിന് സാന്ദ്രത കൂടുതലാണ്, ഡെൻസർ മീഡിയമാണ്. എയർ എന്ന് പറഞ്ഞാൽ സാന്ദ്രത കുറവാണ്, അപ്പൊ റെയർ മീഡിയം ആണ്. അപ്പൊ ഈ ചിത്രത്തിൽ പ്രത്യേകത എന്താണ്? എവേ ഫ്രം ദ നോർമൽ, ലംബത്തിൽ നിന്നും അകന്നു പോകുന്നു. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ലംബമായിട്ട് നോർമലായിട്ട് വന്നാൽ അവിടെ ഡെൻസിറ്റി നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, അവിടെ നോ ഡീവിയേഷൻ, ഒരു വ്യതിയാനവും സംഭവിക്കില്ല. ഈ മൂന്ന് നിയമങ്ങളും ഈ മൂന്ന് ചിത്രങ്ങളും നിർബന്ധമായിട്ട് പഠിക്കണം. അപ്പൊ എവേ ഫ്രം ദ നോർമൽ, നോർമൽ നിന്ന് അകലുന്നത് എപ്പോഴാണ്? ടുവേർഡ്സ് ദ നോർമൽ, നോർമലോട് ചേർന്ന് വരുന്ന എപ്പോഴാണ്? ലംബമായിട്ട് വന്നാൽ എന്ത് സംഭവിക്കുന്നു? ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ തെറ്റിക്കരുത്.